ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറായി കഴിഞ്ഞോ? വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അവസാന നിമിഷത്തിൽ നമുക്ക് 1-2 പോയിൻറ്റ്സ് കൂടി ഓർത്ത് വയ്ക്കാനാണ്. മ്യൂട്ടർ റൊട്ടേഷൻ, ഡി ഗ്ലൂക്കോസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അനോമർ ഒക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ ഒരു കമ്പാരിസണാണ് ഡി ഗ്ലൂക്കോസിൻ്റെയും ഡി ഫ്രക്ടോസിൻ്റെയും മ്യൂട്ടർ റൊട്ടേഷൻ. അതിൻ്റെ നോർമൽ റിംഗ് സ്ട്രക്ചർ ഏതാണ്, നോർമൽ ഫോമിൽ അത് ഏത് സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ നോർമൽ സ്പെസിഫിക് റൊട്ടേഷൻ എത്ര, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, ഈ ക്യാപിറ്റൽ ഡി സ്റ്റാൻഡ്സ് ഫോർ ദി OH, ദിസ് OH ഓൺ ദ റൈറ്റ് സൈഡ്. ഇപ്പം ഡി ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയതാണ്. ഡി ഗ്ലിസറാൾഡിഹൈഡിൽ ഈ CH2OH താഴെ എഴുതുന്ന ഫിഷർ പ്രൊജക്ഷൻ ഫോമുലയിൽ OH റൈറ്റ് വരുന്ന എല്ലാം ഡി സീരീസാണ്. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും എല്ലാം ഡി സീരീസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡി ഗ്ലൂക്കോസിന് എന്താണ് അതിൻ്റെ ഇക്വിലിബ്രിയം മിക്സ്ചർ, അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്താണ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ദിസ് ഈസ് ഡി ഗ്ലൂക്കോസ് ഹാവിങ് എ പൈറനോസ് റിംഗ് സ്ട്രക്ചർ. പൈറനോസ് മീൻസ് 6 മെമ്പേർഡ്, ഓക്സിജനും കൂടെ ചേർത്ത് 6 മെമ്പേർഡാണ്. 1 2 3 4 5 6 ആറ്റംസ് അല്ലേ. അവിടെ പൈറനോസ് റിങ്ങിൻ്റെ സെയിം സൈഡിൽ OH വന്നതുകൊണ്ടാണ് അത് ആൽഫയായത്. അപ്പോൾ ഡി ഗ്ലൂക്കോസ് തന്നെയാണ് വിത്ത് ആൻ ആൽഫ കോൺഫിഗറേഷൻ ഓൺ ദി അനോമറിക് കാർബൺ ആൻഡ് ഹാവിങ് എ പൈറനോസ് സ്ട്രക്ചർ. സോ ഇറ്റ് ഈസ് ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ്. Then next is OH on the opposite side of the oxide ring, that is beta D glucopyranoside. Beta D glucopyranoside. പൈറനോസ് മതി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നു ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ നിങ്ങൾ കണ്ടതാണ്, പോസിറ്റീവ് 111 ഡിഗ്രി. ബീറ്റ ഡിയുടേത് പ്ലസ് 19.2 ഡിഗ്രി. പക്ഷേ ഇക്വിലിബ്രിയം മിക്സ്ചറിൽ 52.5 വന്ന് അത് സ്റ്റേബിളാകും. അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ ഓഫ് ഗ്ലൂക്കോസ് എടുക്കുമ്പോൾ അതിന് ഇതാണ് അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ഡിസ്കഷനിൽ വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇത് ഏത് ഫോമാണ്. ആൽഫ ഡി ഫോമിനാണ് പ്ലസ് 111, ബീറ്റ ഡിക്ക് പ്ലസ് 19.2. ഇക്വിലിബ്രിയം മിക്സ്ചർ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇക്വിലിബ്രിയം മിക്സ്ചറിൻ്റെയാണ്, അക്വസ് സൊല്യൂഷൻ്റെയാണ് പ്ലസ് 52.5 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോഴാണ് ആൽഫ ഡി പോസിറ്റീവ് ആണെങ്കിൽ അതിനുള്ള പേരാണ് ഡെക്സ്ട്രോസ്. അതുകൊണ്ട് ഡി ഗ്ലൂക്കോസ് ഈസ് കോൾഡ് ഡെക്സ്ട്രോസ്. ഡി ഗ്ലൂക്കോസ് ഈ OH റൈറ്റിൽ വന്നതുകൊണ്ട്, ഇവിടെയും എല്ലാം പൈറനോസൈഡ് റിങ് ഫോം ചെയ്തപ്പോഴും ആ OH അവിടെ തന്നെയാണ്, റൈറ്റ് സൈഡിലാണ്. സോ ദിസ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് കോൺഫിഗറേഷൻ ആൻഡ് ദി ഡെക്സ്ട്രോസ് റെപ്രസെൻറ്റ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. That is positive, specific rotation, that is optical activity, dextrose. So our glucose is known as dextrose. പിന്നെ ഒരു കാര്യം കൂടെ, ഗ്ലൂക്കോസിന് ഗ്രേപ്പ് ഷുഗർ എന്ന് ഒരു പേരും കൂടെ ഉണ്ട് അല്ലേ. അപ്പം ഈ G ഫോർ ഗ്ലൂക്കോസ്, ഗ്രേപ്പ് ഷുഗർ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫ്രക്ടോസിൻ്റെ ഡി ഫ്രക്ടോസിൻ്റെ മ്യൂട്ടർ റൊട്ടേഷൻ നോക്കുകയാണെങ്കിലോ, ഡി ഫ്രക്ടോസിൻ്റെ ഫസ്റ്റ് കാർബൺ മാറ്റിയിട്ട് ഇവിടെയും 1 2 3 4 5 കാർബൺ ആറ്റം ആൻഡ് 1 ഓക്സിജൻ, 6 മെമ്പേർഡ് റിംഗ്, ദാറ്റ് ഈസ് പൈറാനോസ് സ്ട്രക്ചർ. ഇവിടെ എന്താണ്, പൈറാനോസ് സ്ട്രക്ചറിൻ്റെ സെയിം സൈഡിൽ OH വരുന്നതുകൊണ്ട് ദാറ്റ് ഈസ് ആൽഫ ഡി ഫ്രക്ടോസ്. ആൽഫ ഡി ഫ്രക്ടോസിൻ്റെ പൈറാനോസ് സ്ട്രക്ചർ, ആൽഫ ഡി ഫ്രക്ടോപൈറനോസ് എന്നും പറയാം. ഇവിടെയും OH റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ദാറ്റ് ഈസ് ഡി ഫ്രക്ടോസ്. എഗെയിൻ ബീറ്റ ഡി ഫ്രക്ടോസ്. ബീറ്റ ഡി ഫ്രക്ടോസിൽ ഓക്സൈഡ് റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് OH വന്നിട്ടുള്ളത്, അതുകൊണ്ട് ബീറ്റ
ദെൻ CH2OH തൊട്ട് മുകളിലുള്ള കാർബണിൽ OH റൈറ്റ് ആയതുകൊണ്ട് D ഫ്രക്ടോസ്. സോ D സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് കോൺഫിഗറേഷൻ, ദറ്റ് ഈസ് OH ഓൺ ദി റൈറ്റ് സൈഡ്. ഓക്കെ, CH2OH തൊട്ട് മുകളിലുള്ള OH റൈറ്റ് സൈഡ് വരുന്ന സീരീസിൽ വരുന്നത് കൊണ്ട് അത് D ഫ്രക്ടോസ് ആണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ? ഇവിടെ സ്പെസിഫിക് റൊട്ടേഷൻ ഫ്രക്ടോസ്, ആൽഫ ഡി ഫ്രക്ടോസിൻ്റെ റൊട്ടേഷൻ നെഗറ്റീവ് -21 ഡിഗ്രി, ആൻഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസ് ഇസ് -133 ഡിഗ്രി. സോ നെഗറ്റീവ്. So the equilibrium mixture will have an equilibrium value that is -92 degree. So it is a net levo rotation, left rotation. Okay, that is why fructose is called levolose. So D fructose is levolose, whereas D glucose is dextrose. D fructose is levolose, and also fructose has another name, that is fruit sugar. So F stands for fruit sugar as well as fructose. Now we will see the comparison of glucose and fructose together. So D glucose, ഇവിടെ നമ്മൾ ഈക്വിലിബ്രിയം മിക്സ്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മാത്രമാണ്. ഡി ഗ്ലൂക്കോസ് ഹാസ് എ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് +52.5 ഡിഗ്രി. ഇറ്റ് ഈസ് ഹാവിങ് പോസിറ്റീവ് റൊട്ടേഷൻ, സോ ഇറ്റ് ഈസ് ഡെക്സ്ട്രോസ് ആൻഡ് ഇറ്റ് ഈസ് ഗ്ലൂക്കോസ് ആൻഡ് ഗ്രേപ്പ് ഷുഗർ. Of course, in the stable configuration, the ring structure in normal glucose is pyrano structure. Again, D fructose is also having the OH on the right, then it is having a net rotation -92 degree, so it is levorotatory or levolose, and fructose is also known as fruit sugar. So F and F, G and G. So D glucose is dextrose sugar, D fructose is levo sugar or levolose. Okay.